ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം ഇന്നത്തെ ഒരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പം ഇന്ന് കുറേ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇന്ന് ജീവയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. ജീവ എന്ന് പറയുന്നത് മൈ സിസ്റ്ററാണ്. അവളുടെ ഇന്ന് 18 വയസ്സ് തികയുന്ന ഡേ ആണ്. അപ്പം ഇന്ന് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല. ഇത്തിരിയൊക്കെ പ്ലാൻ ചെയ്തു, പക്ഷെ ഒന്നും നടന്നില്ല ഗൈസ്. അതുകൊണ്ട് പിന്നെ ഞങ്ങളത് ഡ്രോപ്പ് ചെയ്തു. പിന്നെ അവളെ കാണിക്കാം, ബർത്ത്ഡേ ജസ്റ്റ് ഒന്ന് വിഷ് ചെയ്തിട്ട് വരാം അല്ലേ. ആണ് ഗൈസ്, ഇതാണ് ജീവ. ജീവ ഹാപ്പി ബർത്ത്ഡേ ചെയ്യോ ഗൈസ്. പ്രത്യേകിച്ച് നമ്മളിന്ന് ഒന്നും ചെയ്യുന്നില്ല. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാരണങ്ങളുണ്ട്. നമുക്കിന്ന് വേറെ പരിപാടികളുണ്ട്. എന്താണെന്ന് വെച്ചാൽ നൻപൻ്റെ വീടിൻ്റെ കട്ടള വെപ്പ് ആണ് ഇത്. അപ്പോൾ അതിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊന്ന് പോകണം. അപ്പോൾ അവിടെയും പോയി തല കാണിച്ചിട്ട് വേണം ഇന്ന് പോകാൻ. അപ്പം പിന്നെ ലുലുമാൾ ഓപ്പൺ ആകുന്ന ഡേ ആണ്. അപ്പോൾ ഇന്ന് ഫുള്ള് തിരക്കും പരിപാടിയൊക്കെ ആയിരിക്കും. ടൗണ് ഫുള്ള് എങ്ങനെയായിത്തീരുന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഞാൻ എന്തായാലും പോവാണ്. അതിന് മുമ്പേ കഴിക്കണം, ഫുഡ് കഴിച്ചിട്ട് പോവാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ചപ്പാത്തിയാണ് കേട്ടോ. ഇത് എത്ര ചപ്പാത്തി വെച്ചേക്കുന്നത് എനിക്ക് ചപ്പാത്തിയും ഇത് എന്നാന്ന് നിങ്ങൾ പറ കേട്ടോ, കമൻറ്റ് ചെയ്യും ഗൈസ്. അപ്പം ആരും കമൻറ്റ് ചെയ്യത്തില്ലെന്നറിയാം, അതുകൊണ്ട് പറഞ്ഞ്. അപ്പോൾ ഇത് അപ്പോൾ ഞാനിത് കഴിക്കട്ടെ കേട്ടോ. ചായ ഉണ്ട്, കഴിച്ചിട്ട് വരാം. അപ്പോൾ ഗൈസ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞാൻ നേരെ വിട്ടത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ്റെ വീട്ടിലെ കട്ട്ല വെപ്പായിരുന്നു. അപ്പോൾ അവനെ പോലെ തന്നെ, അല്ലെങ്കിൽ അവൻ്റെ ഫാമിലിയെ പോലെ തന്നെ ഞാനും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു കാര്യമാണ് അവൻ്റെ ഒരു വീട് പണിത് ഫുള്ളായിട്ടൊന്ന് തീർക്കുക, അതൊന്ന് കാണാൻ പറ്റുക എന്നൊക്കെ ഉള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം അതിൻ്റെ ഒരു തുടക്കം ഞങ്ങൾ ഇന്ന് കുറിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. ആ ഒരു നിമിഷം എന്ന് പറയുന്നത് ദൈവം അനുഗ്രഹിക്കട്ടെ. ഗൈസ്, ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ടൈമും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. ഞാൻ ഫുൾ കോളിലായിരുന്നു. എൻ്റെ ഗേൾ ഫ്രണ്ട് ഫ്രീ ആയിരുന്നുകൊണ്ട് ഫുൾ ടൈം അവളായിട്ട് സംസാരിച്ചിരിക്കുമായിരുന്നു ഗൈസ്. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ വൈകുന്നേരം വീട്ടിൽ വന്ന സമയത്താണ് ഈ ഒരു കാഴ്ച കാണുന്നത്. അളിയൻ അടിപൊളി പുൽക്കൂടും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൽ പ്രിപ്പറേഷൻ നടക്കുന്നേ ഉള്ളൂ, കുറച്ച് വർക്കൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു വീഡിയോ എടുക്കുന്നത്. ഗൈസ്, ഹന്നു വരച്ച ക്രിസ്മസ് ഫാദറാണ് കേട്ടോ. കണ്ടാൽ പക്ഷേ ഒരു ഹാജിയാറ് ലുക്കുണ്ട്. ദാണ്ടിരിക്കുന്ന നമ്മൾ വരച്ച ആളിൻ്റെ വ്ളോഗും കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ സ്ഥിരം അതാ പരിപാടി എന്ന് അമ്മ പറഞ്ഞ വ്ളോഗ് കാഴ്ചയാണ്. ഞാൻ ഈ ആളെ കാണാൻ വേണ്ടിയാണ് വന്നത് കേട്ടോ. കുറേ ദിവസമായി കണ്ടിട്ട്. അപ്പോൾ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചാണ് നിന്നത്. അല്ല, ആൾ ഫുൾ ഉറക്കമാണ് കേട്ടോ. ഞാൻ ചെന്ന സമയത്ത് ഫുൾ ഉറക്കമായിരുന്നു. ഇടയ്ക്കെന്ത് കണ്ണ് കളിച്ച് നോക്കും.